ഒരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ഇതൊക്കെ കവർ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മൾട്ടി ക്യാമറ കൺട്രോളിങ്. അതിനുള്ളൊരു അട്ടാറ് സൊല്യൂഷനാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു കുഞ്ഞൻ പെട്ടിയിലുള്ളത്. ഹോളി ലാൻഡിൻ്റെ കോസ്മോ C2. കോസ്മോ C2നെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഈ ഒരു പാക്കിംഗ് ബോക്സ് ആണ്. എന്തൊരു ഡീറ്റെയിലിംഗ് ആണല്ലേ ഈ ഒരു ബോക്സിൽ ഒരു കൊടുത്തിട്ടുള്ളത്. ഭയങ്കര സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ബോക്സാണ്. ഹോളി ലാൻഡിൻ്റെ കോസ്മോ C2ലേക്ക് വരുമ്പോൾ 2 ട്രാൻസ്മിറ്റർ യൂണിറ്റും ഒരു റിസീവർ യൂണിറ്റും ഡ്യുവൽ HDMI ആൻഡ് SD സപ്പോർട്ടും പിന്നെ NDI കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഏകദേശം 1 കിലോമീറ്ററോളം റേഞ്ച് വരുന്ന ഒരു പുതുപുത്തൻ ഐറ്റമാണ് ഹോളി ലാൻഡ് ഇപ്രാവശ്യം C2യിലൂടെ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് മുൻപത്തെ വെർഷനായ കോസ്മോ C1ൽ നമുക്ക് ഏകദേശം 300 മീറ്ററോളമായിരുന്നു റേഞ്ച് പറയുന്നത്. ഇപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്ത് 1 കിലോമീറ്ററോളമാണ് കോസ്മോ C2ൽ ഹോളി ലാൻഡ് റേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കോസ്മോ C2നെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഹോളി ലാൻഡിൻ്റെ കോസ്മോ C2 നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ഒരു അടാറ് പാക്കിംഗ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എല്ലാ ഭാഗം കൊണ്ടും നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും കംപ്ലീറ്റ് സേഫ്റ്റിയാണ് ഈ പാക്കിങ്ങിലൂടെ ഹോളി ലാൻഡ് എൻഷുർ ചെയ്യിപ്പിക്കുന്നത്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന പാർട്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ട്രാൻസ്മിറ്റർ യൂണിറ്റുകളുണ്ട്, 2 ട്രാൻസ്മിറ്റർ യൂണിറ്റുകളുണ്ട്. 2 ട്രാൻസ്മിറ്റർ യൂണിറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും മെയിൻ പാർട്ടായിട്ട് വരുന്നതാണ് ഇതിൻ്റെ റിസീവർ യൂണിറ്റും. ഈ 3 പാർട്ടുകളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടുകളായിട്ട് പെടുത്തിയിട്ടുള്ളത്. കോസ്മോ C2ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ കാണുന്ന റിസീവർ യൂണിറ്റും ഈ കാണുന്ന 2 കുഞ്ഞ് ട്രാൻസ്മിറ്റർ യൂണിറ്റും. റിസീവർ യൂണിറ്റിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ്, മേക്ക് ചെയ്ത മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്തൊരു നല്ല കൂളാണ്, നമുക്ക് ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴും ഭയങ്കര സോഫ്റ്റാണ്, നമ്മുടെ ഇൻഹാൻഡ് ഫീലൊക്കെ ഭയങ്കരമാണ് ഇതിൻ്റെ മെറ്റീരിയൽ പോർട്ടിലേക്ക്, ഇതിൻ്റെ ഓരോ കണക്ഷൻ പോർട്ടിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 2 SD പോർട്ടുകളും 2 HDMI പോർട്ടുകളാണ് കോസ്മോ C2 ഇതിന് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ SDI പോർട്ട്. ഫസ്റ്റ് SDI പോർട്ടും ദെൻ ഫസ്റ്റ് HDMI പോർട്ട് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇതിനൊരു LAN പോർട്ട് കൂടി ഇപ്രാവശ്യം ഹോളി ലാൻഡ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ DC 16 വോൾട്ട്സിൻ്റെ DC പവർ സപ്ലൈ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ HDMIയുടെ സെക്കൻഡ് പോർട്ട്, SDIയുടെ സെക്കൻഡ് പോർട്ട്, ദെൻ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ഓൺ ഓഫ് ബട്ടണൊക്കെ ഭയങ്കര ഇൻഹാൻഡ് ഫീൽ, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന ബട്ടണാണ്. അതുപോലെ തന്നെ ഒരു USB പോർട്ട് ഇതിന് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ സ്ക്രീനോട് കൂടിയിട്ടാണ് ഈ ഒരു റിസീവർ യൂണിറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കുഞ്ഞൻ യെല്ലോ ഡോട്ട്സിൽ നമുക്കൊരു 2 സാധനം കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ആൻറ്റിനാസ് കണക്ട് ചെയ്യുന്നത്. ഹോളി ലാൻഡിൻ്റെ മെയിൻ റിസീവർ പോർട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും V മൗണ്ടഡ് ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ 2 ട്രാൻസ്മിറ്റർ യൂണിറ്റുകളും നേരത്തെ നമ്മൾ റിസീവർ യൂണിറ്റിൽ പറഞ്ഞ പോലെ തന്നെ 2 SDI ഇൻപുട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ HDMI ഇന്ന് വരുന്നുണ്ട്, ആൻറ്റിന കണക്ട് ചെയ്യാൻ പറ്റും നമുക്കിവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞൻ സ്ക്രീനും അതുപോലെ തന്നെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഈ രീതിയിലാണ് ആൻറ്റിനാസ് വരുന്നത്. നമുക്ക് ആകെ 6 ആൻറ്റിനകളുടെ ആവശ്യമാണ് ഈ ഹോളി ലാൻഡിൻ്റെ കോസ്മോ C2ൽ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ കമ്പനി ഇവിടെ നമുക്ക് 7 ആൻറ്റിന തന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് എക്സ്ട്രാ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ആൻറ്റിന എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ ആൻറ്റിന കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന യെല്ലോ ഡോട്ടുകൾ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നോർമലി നമ്മൾ ഈ ആൻറ്റിനയിലേക്ക് ടേൺ ചെയ്തിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് ഈ ആൻറ്റിന നമുക്ക് കണക്ട് ചെയ്യാം. നമുക്കിങ്ങനെ ആൻറ്റിനാസ് നമുക്ക് ചെയ്യാം. ഇത് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഈ ആൻറ്റിന നമുക്ക് 360 ഡിഗ്രി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൻറ്റിനാസ് ആണ്. നമുക്ക് 360 ഡിഗ്രി ഈ ആൻറ്റിന കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്കിത് ഏത് സൈഡിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൻറ്റിനയാണ്. അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിൻ്റെയും ആൻറ്റിനാസ് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം നമ്മളിവിടെ 6 ആൻറ്റിനകൾ കണക്ട് ചെയ്തു. എന്നാലും നമ്മളുടെ കയ്യിൽ ഒരു ആൻറ്റിന കൂടി ബാക്കിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആൻറ്റിന കൂടി ഹോളി ലാൻഡ് കമ്പനി ഇപ്രാവശ്യം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 കാണുന്ന ട്രാൻസ്മിറ്റർ യൂണിറ്റുകൾ നമുക്കൊരു ലൈവ് ഷോ അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു ഇവൻ്റൊക്കെ കവർ ചെയ്യാൻ നേരത്ത് 2 വ്യത്യസ്ത ക്യാമറകളിലായിട്ട് നമുക്ക് ഈ 2 ട്രാൻസ്മിറ്റർ യൂണിറ്റുകളും നമ്മളുടെ കൺട്രോളിങ് യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓൺ എയർ ബോർഡിൽ ഈ ഒരു റിസീവർ യൂണിറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക്
നമുക്ക് റേഞ്ച് ഇതിന് കിട്ടും എന്നുള്ളതാണ്. ഇതിന് മുൻപത്തെ വേർഷനായിട്ടുള്ള ഹോളിലാൻഡ് കോസ്മോസ് C1 ഏകദേശം 300 മീറ്ററൊക്കെ ആയിരുന്നു കമ്പനി റേഞ്ച് അവകാശപ്പെട്ടിരുന്നത്. ഏകദേശം ഒരു 984 ഫീറ്റൊക്കെയാണ് കമ്പനി ഇതിൻ്റെ റേഞ്ച് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഹോളിലാൻഡ് C2 കമ്പനി അപ്ഗ്രേഡ് ചെയ്തപ്പം 1000 മീറ്റേഴ്സ് അഥവാ 1 കിലോമീറ്ററിൻ്റെ അടുത്താണ് കമ്പനി ഇതിൻ്റെ റേഞ്ച് പറയുന്നത്. 1 കിലോമീറ്ററിൻ്റെ അടുത്തുള്ള വീഡിയോസും അല്ലെങ്കിൽ വിഷ്വൽസും എല്ലാം നമ്മളുടെ ഓൺ എയർ ബോർഡിലേക്ക് നമുക്ക് വയർലെസ് ട്രാൻസ്മിഷനിലൂടെ കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ലൈവ് കവറേജ്, നമ്മളൊരു ലൈവ് കവറേജ് അല്ലെങ്കിൽ ലൈവ് ഷോ ചെയ്യുമ്പം റിയൽ ടൈം ആയിട്ടുള്ള വീഡിയോസും റിയൽ ടൈം ആയിട്ടുള്ള ഷോസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് കവറേജ് ചെയ്യാം. ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ള ബുദ്ധിമുട്ടാണ് ഒരു ചെറിയൊരു ഡിലേ അല്ലെങ്കിൽ ഒരു ലാഗിങ് ഉണ്ടാവും. എന്നാൽ ഹോളിലാൻഡിൻ്റെ കോസ്മോസ് C2 നമ്മൾ C2 ഉപയോഗിച്ച് നമ്മൾ ലൈവ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ലൈവ് കവറേജ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാഗിങ്ങും ഇല്ലാതെ റിയൽ ടൈമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഹോളിലാൻഡിൻ്റെ കോസ്മോസ് C2 വരുമ്പോഴുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വളരെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഹോളിലാൻഡ് കോസ്മോസ് C2 വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രോണ്, ജിംബൽ പോലെയുള്ള ക്യാമറ എക്യുപ്മെൻറ്റ്സിൽ ഈസി ആയിട്ട് ഹോളിലാൻഡിൻ്റെ കോസ്മോസ് C2 പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. ഇൻഹാൻഡ് ഫീൽഡ് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്തരം എക്യുപ്മെൻറ്റ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും നേരം നമ്മളിതിൻ്റെ ഡിസൈന്, സ്ട്രക്ചർ, കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കി പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. നമുക്ക് ട്രാൻസ്മിറ്റർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വരുന്നത് ഒരു ബാറ്ററി യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ റിസീവർ യൂണിറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിന് പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 16 വോൾട്സിൻ്റെ DC അഡാപ്റ്റർ നമ്മളുടെ ഇതിന് കൂടെ തന്നിട്ടുണ്ട്. DC അഡാപ്റ്റർ നമ്മളിവിടെ കണക്ട് ചെയ്യുമ്പം അതും ഇതുപോലെ തന്നെ ഹോളിലാൻഡ് എന്ന് പറയുന്ന എംബ്ലത്തോട് കൂടിയിട്ട് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് കാണാം, നമ്മളിപ്പോൾ ഒറ്റ ട്രാൻസ്മിറ്റർ മാത്രമാണ് ഓൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റർ B ആണ് ഇപ്പോൾ നമ്മളുടെ റേഞ്ചിലുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ റേഞ്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് കൂടി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാനൽ A, ട്രാൻസ്മിറ്റർ A നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നോ വീഡിയോ എന്ന് പറയുന്നത്. ഇതുപോലെ 7 ചാനലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു 2 ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ട്രാൻസ്മിറ്റർ A അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ B എന്ന് പറയുന്ന, ഇവിടെ പെയർ ചെയ്ത റിസീവേഴ്സിനെ ഗ്രീൻ കളറിൽ കാണാം. അൺപെയർ ആയിട്ടുള്ള റിസീവർ ആണെന്നുണ്ടെങ്കിൽ റെഡ് കളറിലും കാണാം. ഇപ്പോൾ രണ്ടും നിങ്ങൾക്ക് കാണാം, രണ്ടും നമ്മൾ ഓഫ് ചെയ്തിട്ടുള്ള അവസ്ഥയിലാണ്. കാരണം ഇതിൻ്റെ ഒരു പെയറിംഗ് കപ്പാസിറ്റി, എത്ര പെട്ടെന്നാണ് ഇത് ക്യാച്ച് ചെയ്യുന്നത്, ഈ ഒരു ട്രാൻസ്മിറ്റർ ഓൺ ആയിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് റിസീവർ ഇതിനെ ക്യാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടും ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഇവിടെ ട്രാൻസ്മിറ്റർ നമ്മളിവിടെ ഓൺ ചെയ്യുകയാണ്. ട്രാൻസ്മിറ്റർ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഹോളിലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞൻ സ്ക്രീനിൽ നമുക്കിവിടെ ട്രാൻസ്മിറ്റർ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് കാണാം ട്രാൻസ്മിറ്റർ ഇപ്പോൾ നിലവിൽ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രാൻസ്മിറ്റർ ഓൺ ആയ ഈ ട്രാൻസ്മിറ്ററിനെ നമുക്ക് ഈ ഒരു റിസീവറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിസീവർ നമ്മൾ ഓൺ ചെയ്യുകയാണ്. റിസീവർ നമ്മൾ ഓൺ ചെയ്തു. നേരത്തെ പോലെ തന്നെ ഹോളിലാൻഡ് എന്ന് പറയുന്ന ഒരു എംബ്ലത്തോട് കൂടിയിട്ട് റിസീവർ ഓൺ ആയിട്ടിരിക്കുകയാണ്. റിസീവർ ഓൺ ആയി ഇവിടെ സ്ക്രീൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും ഫാസ്റ്റിലാണ് ഈ ഒരു നമ്മൾ കണക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ കണ്ടോ, രണ്ടും ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം അത്ര ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ നടക്കുന്നത്. ഇനി നമുക്ക് റിസീവർ യൂണിറ്റിൻ്റെ മെനു മോഡിലേക്ക് അല്ലെങ്കിൽ മെനുവിൽ എന്തൊക്കെയാണ് ഇപ്രാവശ്യം ഹോളിലാൻഡ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. മെനു ബട്ടൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ 3 ബട്ടൺസ് കാണാം. ഒരു ലെഫ്റ്റ് ബട്ടൺ, റൈറ്റ് ബട്ടൺ, പിന്നെ ഒരു സെൻറ്റർ ബട്ടൺ. ഈ ഒരു സെൻറ്റർ ബട്ടൺ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്കിവിടെ ഇതിൻ്റെ മെനു ഓപ്പൺ ആയി. ഇവിടെ കാണാം പെയറിംഗ് ഉണ്ട്, സ്കാൻ ഉണ്ട്, അതുപോലെ തന്നെ ഫാൻ മോഡുണ്ട്. ഓരോന്നും എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അതുപോലെ തന്നെ FRC മോഡുണ്ട്. ദെൻ സ്ട്രീമിംഗ് ഓപ്ഷൻസ് നമുക്ക് കാണാം, വെബ് ഓപ്ഷൻസ് കാണാം, അതുപോലെ തന്നെ റിട്ടേൺ, ദെൻ സിസ്റ്റം. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ കാണുന്നത് എന്നുള്ളത്. നമ്മളിവിടെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം 7 ചാനലുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാം. നമുക്കതിൽ നിന്ന് ആവശ്യമുള്ള ഒരു ചാനൽ, നമുക്കിപ്പോൾ നമ്മളുടെ ട്രാൻസ്മിറ്റർ യൂണിറ്റ് കിടക്കുന്നത് ചാനൽ 4-ലാണെങ്കിൽ ചാനൽ 4 ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മറ്റ് ചാനലുകളിൽ നിന്നുള്ള ഡാറ്റാസോ കാര്യങ്ങളോ ഒന്നും നമ്മളിലേക്ക് കയറില്ല എന്നുള്ളതാണ്. അടുത്തത് നമുക്കിവിടെ നേരത്തെ പറഞ്ഞു ഫാൻ മോഡ്, പിന്നെ അതുപോലെ തന്നെ സ്ട്രീമിംഗ് ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ട്രാൻസ്മിറ്റർ യൂണിറ്റ് അല്ലെങ്കിൽ റിസീവർ യൂണിറ്റ് ഡ്യുവൽ HDMI ഔട്ടും അതുപോലെ തന്നെ ഡ്യുവൽ SD ഔട്ടും കൂടിയിട്ടുള്ളതാണ് എന്നുള്ളത്. സ്ട്രീമിംഗ് യൂണിറ്റിൽ നമുക്ക് കാണാം UVC മോഡ്, NDI മോഡ്, RTMP മോഡ്, അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസും. ഇത്രയും മോഡിലാണ് നമുക്കിവിടെ സ്ട്രീമിംഗ് യൂണിറ്റും ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ നമുക്ക് ക്യാപ്ചർ കാർഡുകളോ മറ്റു ഉപകരണങ്ങളോ ഒന്നും
ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ റിസീവറിൽ നിന്ന് തന്നെ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെബ് ഓപ്ഷൻ ഇവിടെ കിടക്കുക, ഇവിടെ ഒരു IP അഡ്രസ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ IP അഡ്രസ്സ് നമ്മളുടെ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി സ്ട്രീമിംഗ് മെനുവിലേക്കാണ് ഇത് കണക്റ്റ് ആവുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലാണ് ഇപ്രാവശ്യം ഹോളി ലാൻഡ് കോസ്മോ C2 പുറത്തിറക്കിയിട്ടുള്ളത്. ഹോളി ലാൻഡിൻ്റെ കോസ്മോ C2 ഉപയോഗിച്ച് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മൂവി ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടറുടെ മോണിറ്ററിൻ്റെ ഇടയിലൊക്കെ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് ആ റെക്കോർഡിങ് ആ 2 ട്രാൻസ്മിറ്ററും റിസീവറും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനോ അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന വിഷ്വൽ നമ്മുടെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പം അതിൻ്റെ വിഷ്വൽ നിങ്ങൾക്ക് റിസീവർ ഉപയോഗിച്ച് നമ്മളുടെ കൺട്രോൾ റൂമിൽ കാണാം എന്നുള്ളതാണ്. ഒരു ലൈവ് ഇവൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മൂവി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് അല്ലെങ്കിൽ പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സിന് ഏറ്റവും ഉപയോഗമാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഹോളി ലാൻഡിൻ്റെ കോസ്മോ C2 എന്ന് പറയുന്ന ഈ മൾട്ടി ക്യാമറ കൺട്രോളിംഗ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോളി ലാൻഡ് പുറത്തിറക്കിയിട്ടുള്ള ഈ ഒരു മൾട്ടി ക്യാമറ കൺട്രോളിംഗ് സെറ്റായിട്ടുള്ള ഹോളി ലാൻഡ് കോസ്മോ C2 എന്തുകൊണ്ടും പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, മൾട്ടി ക്യാമറ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഉപകരണം തന്നെയാണ്.